സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന 2 താരങ്ങളാണ് അഖിൽ മാരാരും, ശോഭ വിശ്വനാഥും. ബിഗ് ബോസ് സീസണിൽ ശ്രദ്ധേയമായ പ്രകടനത്തിലൂടെയാണ് ഇവർ പ്രശസ്തി നേടിയത്. അഖിൽ മാരാരും ശോഭയും തമ്മിലുള്ള പോരാട്ടമാണ് ബിഗ് ബോസ് സീസൺ 5 ഏറെ ജനപ്രിയമാക്കിയത്. ഇരുവരെയും പോരിനൊടുവിൽ കപ്പ് സ്വന്തമാക്കിയത് അഖിൽ മാരാറാണ്. ഇപ്പോൾ പൊതുവേദികളിൽ ഇരുവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ശോഭയ്ക്കെതിരെ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയിരുന്നു. തന്റെ കൈവശമുള്ള ബിഗ് ബോസ് ട്രോഫി ശോഭയ്ക്ക് നൽകാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തനിക്ക് സ്വസ്ഥതയോ സമാധാനമോ ലഭിക്കില്ല. ഇത്രയും അസൂയുള്ള വ്യക്തിയെ കണ്ടിട്ടില്ലെന്നും അഖിൽ മാരാർ പറഞ്ഞു. പരിപാടി 100 ദിവസത്തെ സാരിയും കൊണ്ടാണ് ശോഭ വന്നതെന്നും തനിക്ക് ലഭിച്ചതിന്റെ മൂന്നിരട്ടി ശമ്പളമാണ് അവർക്ക് ചാനൽ നൽകിയതുമെന്ന ഗുരുതരമായ ആരോപണം അഖിൽ ഉയർത്തിയിരുന്നു. ശോഭയ്ക്ക് അനുകൂലമായിട്ടാണ് ബിഗ് ബോസ് മേധാവികൾ പോലും പ്രവർത്തിച്ചതെന്ന് അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴിതാ അതിൽ മാരാരുടെ ആരോപണങ്ങൾക്ക് മറുപടി ശോഭ വിശ്വനാഥ് രംഗത്തിരിക്കുകയാണ്. ബിഗ് ബോസ് നിലനിൽക്കുന്ന കാലം വരെ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമോ? ആദ്യം ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു, പിന്നീട് അങ്ങോട്ട് ചോദിച്ചു ബിഗ് ബോസിൽ പോയ ഒരാളാണ്. കപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നു. വീണ്ടും അതിനകത്ത് കയറിപ്പോയി. എന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ച് കുറ്റം പറയുകയാണ്. അതിൻ്റെ റിവ്യൂട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നിലപാടില്ല എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യരോട് ഞാൻ എന്തിനാണ് പറയേണ്ടത്? അഖിൽ കോട്ടാത്തല ഗ്രൂപ്പ് കളിച്ചാണ് 100 ദിവസം പൂർത്തിയാക്കി ബിഗ് ബോസിൽ കപ്പെടുത്തത്. എന്നാൽ ശോഭ വിശ്വനാഥ് ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത്. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഞാനൊരു ഗ്രൂപ്പും കളിച്ചല്ല ഫൈനൽ വരെ എത്തിയത്. ഞാൻ അന്നും ഇന്നും ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഗെയിമറാണ്. ഔട്ടായി പോയാലും എനിക്കൊരു വിഷമവുമില്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്ന ആളാണ്. പ്രസന്റിൽ ജീവിക്കുന്ന ഒരാളാണ്. അടികൊടുത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും ചുണക്കുട്ടികളായ സ്ത്രീകളെ ഈ നാട്ടിൽ ജീവനോടെ എന്ന് മാത്രമേ എനിക്ക് അയാളോട് പറയാനുള്ളൂ. നമ്മൾ ആരെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഒരിക്കലും വിദ്വേഷവും ട്രോമയും കൊടുത്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് നിലപാടില്ലാത്തതിൻ്റെ കാര്യമാണ്.